കഥ ആരംഭിക്കുന്നത് ഇറോസ് എന്ന പേരുള്ള ഒരു പയ്യനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഇടുങ്ങിയൊരു ജയിൽ മുറിയിൽ മാസങ്ങളോളം ചെലവഴിച്ചതിനു ശേഷം ഇറോസ് ഒടുവിൽ സ്വതന്ത്രനായി. ജയിലിന്റെ വലിയ വാതിലുകൾ തുറന്നപ്പോൾ അവൻ ശുദ്ധവായു ശ്വസിച്ചു. ആശ്വാസവും ചെറിയൊരു പരിഭ്രമവും അവനിൽ നിറഞ്ഞു നിന്നിരുന്നു. അവന്റെ ഈ സ്വാതന്ത്ര്യത്തിന് ഒരു വിലയുണ്ട്. അവന്റെ മാതാപിതാക്കളുടെ പഴയ കുടുംബ സുഹൃത്തായ ബ്രൂസ് എന്ന ധനികനോടുള്ള കടപ്പാടായിരുന്നു അത്. ബ്രൂസ് തന്റെ വലിയ സ്വാധീനങ്ങളും ബന്ധങ്ങളുമൊക്കെ ഉപയോഗിച്ചാണ് ഇറോസിനെ പുറത്തിറക്കിയത്. മരിച്ചുപോയ തന്റെ സുഹൃത്തുക്കളെ ഓർത്തിട്ടാണ് താനത് ചെയ്തത് എന്നാണ് ബ്രൂസ് അവകാശപ്പെട്ടത്. പക്ഷേ ഈ സഹായത്തിന് പകരമായി ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അതാകട്ടെ വളരെ ലളിതവുമാണ്. ബ്രൂസിന്റെ മകളായ റിയുടെ ബോഡി ഗാർഡായി ഇറോസ് നിൽക്കണം. ഇറോസിന് പകരം താമസവും ഭക്ഷണവും വേണ്ട കാര്യങ്ങളും ഒക്കെ കിട്ടും. റീ പഠിക്കുന്ന അതേ സ്കൂളിൽ ഇറോസ് അഡ്മിഷനും എടുക്കണം. റിയെപ്പോലൊരു പെൺകുട്ടിക്ക് എന്തിനാണ് ഒരു ബോഡി ഗാർഡെന്ന് ഇറോസിന് മനസ്സിലായതേയില്ല. അവളുടെ ചിത്രങ്ങൾ കണ്ടപ്പോ മുഴുവൻ പാർട്ടികളും മറ്റുമായി നടക്കുന്ന ഒരു സ്പോയിൽഡ് റിച്ച് കിഡ് എന്ന് മാത്രമേ അവന് തോന്നിയിരുന്നുള്ളൂ. ബ്രൂസ് ഇതൊക്കെ വെറുതെ സങ്കീർണമാക്കി പറഞ്ഞ് തന്റെ മേലൊരു ജോലി ഏൽപ്പിച്ചിരിക്കുകയാണ് എന്ന് മാത്രമായിരുന്നു ഇറോസ് കരുതിയത്. മറുഭാഗത്ത് റിയാകട്ടെ തന്റെ അച്ഛൻ വെറുതെ ഓരോ ഡ്രാമ കളിക്കുകയാണ് എന്ന ഭാവമായിരുന്നു അവൾക്ക്. അവളൊരു പ്രായപൂർത്തിയായ പെൺകുട്ടിയാണെന്നും സ്വന്തം കാര്യം നോക്കാൻ തനിക്കറിയാമെന്നും അവൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അവളുടെ ഭാഗത്തും ന്യായമൊക്കെയുണ്ട്. പാർട്ടികളിൽ കറങ്ങി നടക്കാനോ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാനോ താല്പര്യമുള്ള കൂട്ടത്തിലെയായിരുന്നില്ലേ അവൾ. പക്ഷേ ബ്രൂസിന് മകളുടെ കാര്യത്തിൽ ആശങ്കയുണ്ടായിരുന്നു. മാസങ്ങളായി റീക്ക് അജ്ഞാതരായ വ്യക്തികളിൽ നിന്ന് ഭീഷണി സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് അദ്ദേഹം അറിഞ്ഞതാണ്. മാത്രമല്ല അവളുടെ വരാനിരിക്കുന്ന ബാലറ്റ് ഡാൻസ് പരിപാടിയിൽ ഒരു അജ്ഞാതൻ എത്തിച്ചേരും എന്നൊരു രഹസ്യ വിവരവും ബ്രൂസിന് ലഭിച്ചിരുന്നു. തന്റെ മകളുടെ കാര്യങ്ങളോർത്ത് ആശങ്ക കൊണ്ടായിരുന്നു ഇറോസിനെ ബോഡി ഗാർഡായി വെക്കാൻ ബ്രൂസ് തീരുമാനിച്ചതും. പക്ഷേ ഇതൊന്നും റീക്കൊരു പ്രശ്നമേ ആയിരുന്നില്ല. അച്ഛന്റെ ഉത്കണ്ഠയൊന്നും വകവയ്ക്കാതെ ഒരു ബോഡി ഗാർഡിനെ സ്വീകരിക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. അത് തന്റെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമായും അച്ഛന് തന്റെ മേലുള്ള വിശ്വാസമില്ലായ്മയായും അവൾ നോക്കിക്കണ്ടു. പക്ഷേ ഇറോസിനെ സംബന്ധിച്ച് ചെറിയ ആശ്വാസമുണ്ടായിരുന്നു. ഇറോസിന് താമസിക്കാനൊരിടമോ ഭക്ഷണമോ ഒന്നും കണ്ടെത്തണ്ട. അതിനുവേണ്ടി ബുദ്ധിമുട്ടേണ്ടതില്ല. സുഖകരമായൊരു ജീവിതം മുമ്പിലുണ്ട്. അതിലവൻ നന്ദിയുള്ളവനുമായിരുന്നു. റിയുടെ വഴിയിൽ ഒരു തടസ്സവും തീർക്കാതെ അവളുടെ ബോഡി ഗാർഡായി താൻ തുടരുമെന്ന് അവൻ പ്രതിജ്ഞ ചെയ്തു. ഒരു പ്രൊഫഷണലായി മാത്രം തുടരാനായിരുന്നു അവന്റെ ആഗ്രഹവും. അതിൽ കൂടുതലൊന്നും അവൻ ആഗ്രഹിച്ചതേയില്ല. പക്ഷേ അവളെ നേരിൽ കണ്ടപ്പോൾ അവന്റെ ആ തോന്നലുകളൊക്കെ മാറിമറിഞ്ഞു. അവളുടെ സൗന്ദര്യവും തന്റെ ഇടവും അവനെ ആകർഷിച്ചു. ഇറോസ് തന്റെ മകളെ നോക്കുന്ന രീതി കണ്ട ബ്രൂസ് അവന് കർശനമായ ഒരു താക്കീത് കൊടുത്തു. അവൻ വെറും ഒരു ബോഡി ഗാർഡ് മാത്രമാണെന്നും അതിന്റെ പരിധി കടന്നേക്കരുത് എന്നും ബ്രൂസ് അവനെ ഓർമ്മിപ്പിച്ചു. അവളെ സംരക്ഷിക്കുക എന്നത് മാത്രമാണ് അവന്റെ ജോലിയെന്ന് എടുത്തു പറഞ്ഞു. ഇറോസിനെ സംബന്ധിച്ച് ആ ഓർമ്മപ്പെടുത്തലിന്റെ ആവശ്യം പോലുമില്ലായിരുന്നു. തന്റെ സ്ഥാനം എവിടെയാണെന്ന് അവന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അവനാരുടെയും ഔദാര്യത്തിൽ കഴിയാൻ നിൽക്കുന്നവനല്ല. താനൊരു പ്രൊഫഷണലാണെന്നും തന്റെ ജോലി ചെയ്യാനാണ് താൻ ഇവിടെ എത്തിയതെന്നും അവൻ മനസ്സുകൊണ്ട് പൂർണ്ണമായും ഉറപ്പിച്ചു. റിയെപ്പോലെ വഷളായെന്ന് അവൻ കരുതുന്നൊരു പെൺകുട്ടിയെ തന്റെ ജോലിക്ക് തടസ്സമായി മാറാൻ ഒരിക്കലും അവൻ അനുവദിക്കില്ലായിരുന്നു. ഇറോസിന്റെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ ധനികരായ ആളുകളോട് അവന് വല്ലാത്ത വെറുപ്പുണ്ടെന്ന് വ്യക്തമായിരുന്നു. അതിന് ചില കാരണങ്ങളുമുണ്ട്. അവൻ ഒന്നുമില്ലാതെ വളർന്ന ഒരു അനാഥനായിരുന്നു. പേറ്റൺ എന്നും ഡീഗോ എന്നും പേരുള്ള രണ്ടുറ്റ സുഹൃത്തുക്കളോടൊപ്പമായിരുന്നു അവൻ വളർന്നത്. അനാഥാലയത്തിൽ വെച്ച് കണ്ടുമുട്ടിയ ആ 3 പേരും ആർക്കും പിരിക്കാൻ പറ്റാത്ത അടുത്ത കൂട്ടുകാരായി മാറി. മുതിർന്നപ്പോൾ അവർ അനാഥാലയം വിട്ട് നഗരത്തിലൊരു പുതിയ ജീവിതം തുടങ്ങാൻ തീരുമാനിച്ചു. പക്ഷേ കാലം അവരുടെ മുമ്പിൽ വെച്ചിരുന്നത് എളുപ്പമുള്ള കാര്യങ്ങളെയായിരുന്നില്ല. അതിജീവനത്തിനായി അവർക്ക് മോഷണം നടത്തേണ്ടി വന്നു. അവരൊരു മോശം കുട്ടികളായതുകൊണ്ടൊന്നുമല്ല അവർക്കത് ചെയ്യേണ്ടി വന്നത്. അവരുടെ മുമ്പിൽ മറ്റു നിവൃത്തിയുണ്ടായിരുന്നില്ല. പാവപ്പെട്ടവർ ചുറ്റിലുമുണ്ടായിട്ടും കാണാതെ കണ്ണടച്ചു പോകുന്ന ധനികരെ അതോടെ അവർ വെറുത്തു. പക്ഷേ അവർ മോഷ്ടിക്കാൻ ശ്രമിച്ചതും മറ്റും അവർക്ക് വേണ്ടി മാത്രമായിരുന്നില്ല. ഡീഗോയുടെ അനിയനെ അനാഥാലയത്തിൽ നിന്ന് പുറത്തിറക്കാനും അവനെ പഠിപ്പിക്കാനുമുള്ള പണം കണ്ടെത്താൻ കൂടിയായിരുന്നു. അവർക്കതിനായി ഒരു പദ്ധതിയുമുണ്ടായിരുന്നു. എന്നാൽ പേറ്റനെയും ഡീഗോയെയും രക്ഷിക്കാൻ ഒരിക്കൽ പിടിക്കപ്പെടുമെന്ന ഘട്ടം വന്നപ്പോൾ ഇറോസ് മുന്നിട്ടു ചെന്നു. അവൻ സ്വയം ബലിയാടായി. അങ്ങനെയായിരുന്നു അവൻ ജയിലിൽ അടയ്ക്കപ്പെട്ടത്. ജീവിതത്തിലെ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുതന്നെ താൻ തന്റെ ജോലിയിൽ മാത്രം ഫോക്കസ് ചെയ്യുമെന്നും ആരോടും വൈകാരികമായി അടുക്കില്ലെന്നും ഇറോസ് ഉറപ്പിച്ചിരുന്നു.
താൻ ഈ ബോഡി ഗാർഡായി എന്തിലേക്കാണ് കാലെടുത്ത് വെക്കുന്നതെന്നും അവനൊരു രൂപവും ഉണ്ടായിരുന്നില്ല. അവളുടെ കൂടെ സ്കൂളിൽ ചേർന്ന് റിയയുടെ സ്കൂൾ ക്യാമ്പസിൽ കാലുകുത്തിയ നിമിഷം തന്നെ തന്റെ ജോലി അത്ര എളുപ്പമാവില്ല എന്നവന് മനസ്സിലായി. അവിടുത്തെ പല പണക്കാരായ കുട്ടികളും താൻ കരുതിയതിലും മോശക്കാരാണെന്ന് അവൻ വൈകാതെ തിരിച്ചറിഞ്ഞു. അവർ റിയയെ പരിഹസിക്കുകയും ഒറ്റപ്പെടുത്തുകയും അവൾ പണക്കാരായ ആൺകുട്ടികളെ മാത്രം ആഗ്രഹിക്കുന്ന, അവരെ വളയ്ക്കാൻ നോക്കുന്ന ഒരു മോശം പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞ് അപമാനിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇതൊന്നുമായിരുന്നില്ല ഏറ്റവും മോശമായ കാര്യം. അവളുടെ മുൻകാമുകനായ റൗൾ ഇപ്പോഴും അവളെ ശല്യം ചെയ്യുന്നുണ്ടെന്ന് അവൻ മനസ്സിലാക്കി. സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ച് റീ പരസ്യമായി ബന്ധം വേർപ്പെടുത്തിയതിന് പ്രതികാരം തീർക്കാൻ റൗൾ ആഗ്രഹിച്ചിരുന്നു. പലതരത്തിലും അവളെ അപമാനിക്കാൻ അവൻ ശ്രമിച്ച കാര്യങ്ങളും ഇറോസ് മനസ്സിലാക്കി. ഇതിനിടയിൽ തുടർച്ചയായി വരുന്ന റീക്കെതിരെയുള്ള അജ്ഞാത ഭീഷണികളെപ്പറ്റിയും ഇറോസ് കേട്ടറിഞ്ഞു. വൈകാതെയായിരുന്നു അവളുടെ നാഷണൽ ബാലെ ചാമ്പ്യൻഷിപ്പ് ഓഡീഷൻ വന്നത്. അന്ന് അവളുടെ കണങ്കാലിന് ഒരപകടത്തിൽ പരിക്കേറ്റു. ഒടുവിൽ അന്വേഷിച്ച റോസ് സത്യം കണ്ടെത്തി. റൗൾ അവളുടെ ബാലറ്റ് ഷൂസിൽ മാറ്റം വരുത്തിയിരുന്നു. അതാണ് അവൾ വീഴാൻ കാരണമായത്. എന്തിനാണ് ഒരു ബോഡി ഗാർഡിന്റെ ആവശ്യം റീക്കിപ്പോൾ ഉള്ളത് എന്നേറെക്കുറെ അവന് ബോധ്യപ്പെട്ടു. അതുവരെ അവനെ വെറുത്തിരുന്ന റിയാകട്ടെ അവൻ തന്നെ സഹായിക്കാനും മറ്റും ആരംഭിച്ചപ്പോൾ അവനെ വിശ്വസിക്കാനും ആരംഭിച്ചു. അവൾ അവനോട് സംസാരിച്ചു. അവന്റെ പാസ്റ്റിനെ പറ്റി ചോദിച്ചു. എന്തിനാണ് എപ്പോഴും കൂടെ നിന്ന് തന്നെ ഇത്രത്തോളം സംരക്ഷിക്കുന്നത് എന്നും തിരക്കി. ഇറോസും മനസ്സ് തുറന്ന് തന്റെ ജീവിതത്തെക്കുറിച്ച് റിയോട് പറഞ്ഞു. ഇറോസിന്റെ മാതാപിതാക്കൾ ഒരു കാർ അപകടത്തിൽ മരിച്ച ശേഷം പേറ്റനും ഡീഗോയും മാത്രമായിരുന്നു അവൻ ആകെ ഉണ്ടായിരുന്നത്. ഡീഗോയുടെ അനിയനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് താൻ ഈ ജോലി സ്വീകരിച്ചത്. അവനെ അനാഥാലയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. അവൻ കാര്യങ്ങൾ അവളോട് വിശദീകരിച്ചു പറഞ്ഞു. അവന്റെ കഥ കേട്ട റിയുടെ ഉള്ളുലഞ്ഞു. തന്റെ അമ്മയും മരണപ്പെട്ടതാണെന്നും അതുകൊണ്ട് അവന്റെ വേദന തനിക്ക് മനസ്സിലാകുമെന്നും അവൾ പറഞ്ഞു. പക്ഷേ അതങ്ങനെയല്ല എന്നായിരുന്നു ഇറോസിന്റെ മറുപടി. നമ്മൾ ഒരുപോലെയല്ലെന്നും അവളുടെ ജീവിതം തന്റേത് വെച്ച് നോക്കുമ്പോൾ ഏറെ എളുപ്പമുള്ളതായിരുന്നെന്നും അതുകൊണ്ട് തന്നെ കമ്പയർ ചെയ്യാൻ സാധിക്കില്ലെന്നും അവൻ കൃത്യമായി പറഞ്ഞു. സമ്പന്നരായ സുഹൃത്തുക്കളോടൊപ്പം അന്ന് റീക്കൊരു പാർട്ടി ഉണ്ടായിരുന്നു. ഇറോസ് അവളെ അവിടെ ഡ്രോപ്പ് ചെയ്തു. പക്ഷേ റിയോട് പുറത്തു തുടർന്നാൽ മതിയെന്നും അകത്തേക്ക് വരണ്ടെന്നും അവള് പറഞ്ഞു. റിയും അത്തരത്തിൽ പുറത്തു തുടർന്നു. പക്ഷേ കുറച്ചുനേരം അവിടെ തുടർന്നപ്പോ എന്തോ പ്രശ്നമുണ്ട് എന്നൊരു തോന്നൽ ഇറോസിനെ വല്ലാതെ ബാധിക്കാൻ തുടങ്ങി. റീ സുരക്ഷിതയാണെന്ന് ഉറപ്പുവരുത്താൻ അവൻ ആ പാർട്ടിയിലേക്ക് കയറി ചെന്നു. അവിടെ എത്തിയപ്പോൾ അവൻ ഞെട്ടി. പണക്കാരായ അവിടുത്തെ കുട്ടികൾ അവിടെ ഒരു പവർ പോയിന്റ് പാർട്ടി നടത്തുകയായിരുന്നു. ഞെട്ടുകയൊന്നും വേണ്ട, തീർത്തും ശരിയായ കാര്യം. ഒരു ഡിജെയോ ഡാൻസ് ഫ്ലോറോ അല്ലെങ്കിൽ ഗെയിം നൈറ്റോ ഒന്നുമല്ല, പ്രസന്റേഷനുകൾ വെച്ചുകൊണ്ടുള്ള ഒരു പവർ പോയിന്റ് പാർട്ടി. കുറേയധികം വിചിത്ര മനുഷ്യർ ചേർന്ന് ബന്ധമില്ലാത്ത കുറെ കാര്യങ്ങൾ പവർ പോയിന്റിലിട്ട് അവതരിപ്പിക്കുന്നു. പക്ഷേ റൗൾ സ്റ്റേജിൽ കയറിയതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. ഇറോസിന്റെ ആശയക്കുഴപ്പങ്ങൾ ദേഷ്യമായി മാറി. റൗൾ ഒരു സ്ലൈഡ് ഷോ പ്രദർശിപ്പിക്കുകയായിരുന്നു. അതിന്റെ ഏക ലക്ഷ്യമാകട്ടെ റിയെ അപമാനിക്കുക എന്നതും. അവളൊരു മോശം വ്യക്തിയാണെന്ന് അവൻ വിളിച്ചു പറയുകയും അവളൊരു പാവപ്പെട്ട ബോഡി ഗാർഡിനെ തന്റെ കീപ്പായി വെച്ചിരിക്കുകയാണ് എന്ന മട്ടിലൊക്കെ പറയുകയും പുലമ്പുകയും ചെയ്തു. ഇത് കേട്ട് അറപ്പ് തോന്നിയ റീ സ്റ്റേജിൽ കയറി തന്റെ കയ്യിലിരുന്ന പാനീയം റൗളിന്റെ ദേഹത്തെ കുഴിച്ചു. റൗൾ അപമാനിതനായി. അവൻ റിയെ തല്ലാൻ വേണ്ടി കൈയോങ്ങി. പക്ഷേ ഇറോസ് അവൾക്ക് മുന്നിൽ തടസ്സമായി കയറി നിൽക്കുകയും അവനെ തടയുകയും ചെയ്തു. ഒരു പെൺകുട്ടിക്ക് നേരെ ബലം പ്രയോഗിക്കാൻ പോലും മടിക്കാത്ത വെറുമൊരു ഭീരുവായിരുന്നു റൗൾ. ഇറോസ് അവനെ നല്ല രീതിയിൽ വിരട്ടി. നാടകീയമായ രംഗങ്ങളായിരുന്നു വേദിയിൽ അരങ്ങേറിയത്. ആ സംഭവത്തിനു ശേഷം എല്ലാവരുടെയും സംസാര വിഷയം ഇറോസായി മാറി. അന്ന് പാർട്ടിയിലുണ്ടായിരുന്ന പെൺകുട്ടികളെല്ലാം അവനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. റിയെ രക്ഷിച്ച ആ സുന്ദരനായ ബോഡി ഗാർഡിനൊപ്പം തങ്ങളും ഉണ്ടായെങ്കിൽ എന്നവർ ആഗ്രഹിച്ചു. മറുവശത്ത് റീക്കും അവന്റെ മേൽ കൗതുകങ്ങൾ തോന്നിത്തുടങ്ങിയിരുന്നു. സമ്പന്നരായ തങ്ങളുടെ ലോകത്തെ ആർഭാടങ്ങളിലും പൊങ്ങച്ചങ്ങളിലും മയങ്ങാത്ത ആ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് അവൾ വല്ലാതെ അത്ഭുതപ്പെട്ടു. അവൾ അവന്റെ സോഷ്യൽ മീഡിയ എടുത്ത് പരിശോധിച്ചു. അതിലെ പോസ്റ്റുകളിൽ നിന്നും മറ്റുമായി അവൻ തന്റെ മറ്റ് സമ്പന്നരായ സുഹൃത്തുക്കളെപ്പോലെ ഒന്നുമല്ല എന്നവൾ ഉടൻ തന്നെ തിരിച്ചറിഞ്ഞു. എങ്കിലും മറുവശത്ത് ഇറോസിനെ അവന്റെ ഈ പുതിയ പ്രശസ്തിയൊന്നും ബാധിച്ചതേയില്ല. തന്നോട് സോഷ്യൽ മീഡിയയിലും മറ്റുമായി സംസാരിക്കാൻ ശ്രമിക്കുന്ന പെൺകുട്ടികളെ അവൻ ഗൗനിച്ചതുപോലുമില്ല. എന്തായാലും അന്ന് നടന്ന നാടകീയമായ സംഭവങ്ങൾ കാരണം റിയുടെ മനസ്സിൽ മാറ്റങ്ങൾ വന്നു. ആ ഒരു രാത്രി മുഴുവൻ അവൾ അവനെപ്പറ്റി ചിന്തിച്ചു. പിറ്റേന്ന് മുഴുവൻ അവനോടൊപ്പം ചിലവഴിക്കണം എന്നവൾ ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ അവളെ കൂട്ടാതെ അവൻ പോകുന്നത് കണ്ടപ്പോ അടുത്ത ദിവസം അവളുടെ മനസ്സ് തകർന്നു. അതും അവൻ പോയതാകട്ടെ ഒറ്റയ്ക്കുമായിരുന്നില്ല. അവന്റെ സുഹൃത്തായ പേറ്റനും അവന്റെ കൂടെ ഉണ്ടായിരുന്നു. പേറ്റനും അവനും ഇനി പ്രണയത്തിലാണോ എന്ന സംശയം പോലും അവൾക്ക് തോന്നി. മാത്രമല്ല മോട്ടോർ ബൈക്കിൽ കയറി പേറ്റൻ അവന്റെ അരയിൽ ചുറ്റിപ്പിടിച്ചത് കണ്ടപ്പോ അവൾ അസൂയയോടെ നോക്കി നിന്നു.
അവർ പോയ വഴിയിൽ അവരെ പിന്തുടർന്ന് അവൾ നഗരത്തിന്റെ ഒരു മോശം ഭാഗത്തെത്തി. ഒരു കമ്പിപ്പാരയുമായി അവിടെ നിർത്തിയ ഒരു ബൈക്കിന്റെ അടുത്ത് നിൽക്കുന്ന അവരെയായിരുന്നു അവൾക്ക് നോക്കിക്കാണാനായത്. തൊട്ടുപുറകെ അവരാ ബൈക്ക് അടിച്ചു തകർക്കാനും തുടങ്ങി. അത് കണ്ട് റിയ അങ്ങോട്ടേക്ക് ചെന്നു. റിയും അവർക്കൊപ്പം ചേർന്നു. ജീവിതത്തിൽ ആദ്യമായി റിയ അത്തരം ഒരു കാര്യം പ്രവർത്തിക്കുകയായിരുന്നു. നിയമങ്ങൾ ലംഘിക്കുന്നതിലുണ്ടാകുന്ന ഒരു ത്രില്ല് അവൾ അന്ന് ആദ്യമായിട്ട് അറിഞ്ഞു. അത് കൊള്ളാമെന്നും ഇതിലൊരു രസമുണ്ടെന്നും അവൾ അന്ന് പറയുകയും ചെയ്തു. പിന്നാലെ അവിടെ നിന്ന് ഓടിമാറിയപ്പോ ആരുടെ ബൈക്കാ അത്, എന്തിനാ അത് തകർത്തത് എന്ന് റീ ചോദിച്ചു. തന്നെ ജയിലിലാക്കിയവന്റെ ബൈക്കാണത് എന്നായിരുന്നു അവന്റെ മറുപടി. എപ്പോഴും ഗൗരവക്കാരനായി നിൽക്കുന്ന ഇറോസിന്റെ കടിച്ചു ചിരിക്കുന്ന മറ്റൊരു മുഖം അവിടെ റീ നോക്കിക്കാണുകയായിരുന്നു. അവനോടൊപ്പം ഒരുപാട് സമയം റീ ചിലവഴിക്കാൻ തുടങ്ങി. പതിയെ പതിയെ അവന്റെ ലോകത്തിന്റെ ഭാഗമാണ് താനെന്ന് അവൾക്ക് തോന്നിത്തുടങ്ങി. ജീവിതത്തിൽ ആദ്യമായി താൻ സ്നേഹിക്കപ്പെടുന്നുണ്ട്, താൻ ആരുടെയോ സ്വന്തമാണ്, തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ആളുണ്ട് എന്നൊരു തോന്നൽ അവൾക്കുണ്ടായി. ജീവിതത്തിൽ ആദ്യമായാണ് അവളൊരു ക്ലാസ് കട്ട് ചെയ്യുന്നത്. പക്ഷെ അവൾക്ക് അതിൽ തെല്ലും സങ്കടമുണ്ടായിരുന്നില്ല. അവൾ ജീവിതം ഏറ്റവും കൂടുതൽ ആസ്വദിക്കുകയായിരുന്നു. പക്ഷെ അവളുടെ സന്തോഷത്തിനൊപ്പം പൊസസീവ്നെസ്സും വർദ്ധിച്ചു വന്നു. ഇറോസ് പേറ്റനൊപ്പമുള്ളപ്പോൾ അവൾക്ക് നല്ല രീതിയിൽ അസൂയയും കുശുമ്പും തോന്നി. തനിക്കങ്ങനെ അസൂയപ്പെടാൻ അവകാശമില്ല എന്നവൾക്കറിയാമായിരുന്നു. പേറ്റൻ ഇറോസിന്റെ അടുത്ത സുഹൃത്താണ്. എങ്കിലും അവൾക്കത് നിയന്ത്രിക്കാൻ സാധിച്ചില്ല. ഇറോസും പേറ്റനും സംസാരിക്കുന്നത് അവൾ ദുഃഖത്തോടെ നോക്കി നിന്നു. അവർ സുഹൃത്തുക്കളെക്കാൾ ഉപരി മറ്റെന്തൊക്കെയോ ആണ് എന്ന മട്ടിലായിരുന്നു അവരുടെ ഇടപഴകൽ. അതൊന്നും റീക്ക് കണ്ടു നിൽക്കാൻ സാധിച്ചില്ല. റീയുടെ മനസ്സ് തകർന്നു. അവർ ഒന്നിച്ച് എവിടെങ്കിലും പോകുമ്പോൾ അവരെ കൺമുമ്പിൽ നിന്നും മറയുന്നവരെ അവൾ നോക്കി നിന്നു. മറുവശത്ത് പേറ്റനും ഇറോസിന്റെ കാര്യങ്ങളിൽ കുറെ ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇറോസിന്റെ വിശ്വസ്തതയെപ്പോലും അവൾ ചോദ്യം ചെയ്തു. ബ്രൂസിന് വേണ്ടി ജോലി ചെയ്യുമ്പോ നീ ഇത്രയും സന്തോഷത്തിലാവുന്നത് എന്താണ് എന്നവൾ തിരക്കി. ഡീഗോയുടെ അനിയനെ അനാഥാലയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പണം കണ്ടെത്തുക എന്ന തങ്ങളുടെ ലക്ഷ്യം തന്നെ നീ മറന്നുപോയോ എന്നവൾ എടുത്തു ചോദിച്ചു. പേറ്റൻ അങ്ങനെ ദേഷ്യപ്പെടുന്നതും മറ്റും എന്തിനാണെന്ന് ഇറോസിന് മനസ്സിലായില്ല. എങ്കിലും അവനതൊക്കെ കേട്ടുനിന്നു. പിന്നീട് പാർട്ടിയിൽ ബാറിനകത്തുണ്ടായിരുന്ന റിയയുടെ അടുത്തേക്ക് അവൻ പോയി. പേറ്റനും അവിടെ ഉണ്ടല്ലോ. അവിടെ വെച്ച് പേറ്റനും ഡീഗോയ്ക്കുമൊപ്പം റിയ അവരുടെ കൂട്ടത്തിലേക്ക് കൂടാൻ ശ്രമിച്ചു. അവളുടെ ഏക ലക്ഷ്യം ഇറോസിനോട് കൂടുതലെടുത്ത് അവരുടെ കൂട്ടത്തിൽ ഒരാളാവുക എന്നതായിരുന്നു. എന്നാൽ അവർക്കിടയിൽ ഒരു ചുംബനം സംഭവിക്കാൻ വന്ന ആ ഒരു നിമിഷത്തിൽ ഇറോസ് പിന്മാറി. ഇറോസിന് വല്ലാത്തൊരു ആശയക്കുഴപ്പം തോന്നിയിരുന്നു. പിന്നീട് പുറത്തുപോയപ്പോ ഇറോസ് മൊത്തത്തിൽ മാറി നിന്നു. എന്തോ ശരിയല്ല എന്ന് റീക്ക് തോന്നി. റിയ അവന്റെ അടുത്തു ചെന്ന് എന്താ കാര്യമെന്ന് തിരക്കി. അന്ന് ഇറോസ് തന്റെ മനസ്സിൽ അവശേഷിക്കുന്ന കുറ്റബോധത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞു. മാതാപിതാക്കൾ ഒരു കാർ അപകടത്തിൽ മരണപ്പെട്ട കാര്യം ഇറോസ് നേരത്തെ റിയോട് പറഞ്ഞിരുന്നു. ആ കാർ അപകടത്തിന്റെ കാരണം അവൻ തന്നെയായിരുന്നു. പോലീസ് അതാണ് പറഞ്ഞത്. അന്നു മുതൽ അവൻ കുറ്റബോധത്തിലാണ്ടു. അതിപ്പോഴും അവനെ വേട്ടയാടുന്നുണ്ട്. പക്ഷേ പോലീസ് പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല, അത് തനിക്കറിയാം എന്നും ഇറോസ് കൂട്ടിച്ചേർത്തു. ഒക്കെ കേട്ടതും റീക്ക് അവന്റെ ദുഃഖത്തിൽ അവനെ ആശ്വസിപ്പിക്കണം എന്ന് തോന്നി. അവൾ പറഞ്ഞു, സ്വയം ഇങ്ങനെ കുറ്റപ്പെടുത്തിയതുകൊണ്ട് മരിച്ചുപോയ ആരെയും തിരികെ കൊണ്ടുവരാൻ സാധിക്കില്ല. ദുഃഖിക്കുന്നത് തെറ്റല്ല, പക്ഷേ നിനക്ക് ഓർമ്മ പോലുമില്ലാത്ത ഒരു കാലത്ത് സംഭവിച്ചു പോയൊരു തെറ്റിന്, ഒരുപക്ഷെ നീ ചെയ്യാത്ത തെറ്റിന് നിന്നെ തന്നെ നീ ശിക്ഷിക്കരുത്. ഇറോസ് അത് കേട്ട് അവളെ നോക്കി പുഞ്ചിരിച്ചു. താൻ ഇതുവരെ കണ്ട പണക്കാരായ മറ്റു കുട്ടികളെ പോലെയല്ല റീയെന്ന് ആ നിമിഷം ഇറോസിന് തോന്നി. അവൾക്ക് മനസാക്ഷിയുണ്ടെന്നും അവൾ നല്ലൊരു സ്വഭാവത്തിനുടമയാണെന്നും അവൻ തിരിച്ചറിഞ്ഞു. പക്ഷെ അവരുടെ ആ സന്തോഷം അധികം നീണ്ടുനിന്നില്ല. അടുത്ത ദിവസം സ്കൂളിലെത്തിയപ്പോ റീക്കെതിരെയുള്ള ഭീഷണികളും കുറ്റപ്പെടുത്തലുകളും വീണ്ടും ശക്തമായി തുടങ്ങി. ഇത്തവണ അത് കൂടുതൽ വ്യക്തിപരവുമായിരുന്നു. റീ ഒരു കുറ്റവാളിയുടെ കൂടെ ഡേറ്റ് ചെയ്ത് നടക്കുകയാണെന്നും അവളൊരു മോശം പെൺകുട്ടിയാണെന്നും സന്ദേശങ്ങൾ വന്നു. ഇറോസിനെ അപമാനിക്കാനും അവനോടൊപ്പം ഇരിക്കുന്നതിന് റിയെ പരിഹസിക്കാനും റൗളും അങ്ങോട്ടേക്കെത്തി. പക്ഷേ ഇത്തവണ റൗളിന് തക്കതായ മറുപടി റിയിൽ നിന്ന് ലഭിച്ചു. റീ ഇറോസിന്റെ അരികിൽ പോയി ഇരിക്കുകയും റൗൾ അവിടെ ഒറ്റപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്തു. ദിവസങ്ങൾ കഴിഞ്ഞ് റിയുടെ ജന്മദിനമായിരുന്നു. അവൾ വളരെ സന്തോഷത്തിലുമായിരുന്നു. അവളുടെ സുഹൃത്തുക്കളെല്ലാം ആഘോഷത്തിനായി അവളുടെ വീട്ടിലേക്ക് എത്തിച്ചേർന്നിരുന്നു. പക്ഷേ മെഴുകുതിരി ഊതിക്കെടുത്താൻ നേരം വീണ്ടും ഭീഷണികൾ വന്നു. ഇത്തവണ അത് മുമ്പത്തേക്കാൾ ഭയാനകവുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇറോസ് ഉണർന്ന് പ്രവർത്തിച്ചു. റിയുടെ സുരക്ഷ അപകടത്തിലാക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് തന്നെ ഇറോസ് ആ പാർട്ടി അവിടെ വെച്ച് നിർത്തിപ്പിച്ചു. എല്ലാരും പോയി കഴിഞ്ഞപ്പോൾ ഭീഷണിപ്പെടുത്തുന്ന സന്ദേശങ്ങൾ രഹസ്യമായി അയച്ചുകൊണ്ടിരിക്കുന്ന ആളെ കണ്ടെത്താൻ ഇറോസ് വീട് മുഴുവൻ
പരിശോധിച്ചു. അപ്പോഴാണ് രഹസ്യമായ ഒരു മുറി അവൻ കണ്ടെത്തിയത്. അവിടെ റീയുടെ മാതാപിതാക്കളും ഇറോസിന്റെ മാതാപിതാക്കളും ഒന്നിച്ചുള്ള പഴയ ചിത്രങ്ങൾ അവൻ കണ്ടു. ഒരു റെസ്റ്റോറന്റ് ഉദ്ഘാടനം പോലുള്ള ചിത്രങ്ങളായിരുന്നു അത്. അവർക്ക് പരസ്പരം അറിയാമായിരുന്നെന്നും അവർ അത്രമേലടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്ന കാര്യവും അവനെ ചെറുതായി ഒന്ന് ഞെട്ടിച്ചിരുന്നു. പക്ഷേ ആ ചിത്രത്തിലൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ ആരാണെന്ന് അവന് മനസ്സിലായതേയില്ല. അവനത് റീയെ കാണിച്ചു. അവളും അതൊക്കെ കണ്ട് അത്ഭുതപ്പെട്ടു. തന്റെ അച്ഛൻ ബിസിനസ് യാത്ര കഴിഞ്ഞു വരുമ്പോ ഇതിനെപ്പറ്റി ചോദിക്കാമെന്ന് അവൾ പറഞ്ഞു. അടുത്ത ദിവസം റീക്കൊരു ബൊക്കെ ലഭിച്ചു. കൂട്ടത്തിലൊരു സന്ദേശവും ഉണ്ടായിരുന്നു. അത് വായിച്ചതും അവൾ ആകെ തകർന്നു. അത് അവളുടെ അച്ഛൻ അയച്ചതേ ആയിരുന്നില്ല. തികച്ചും പേടിപ്പെടുത്തുന്ന അലോസരപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ആ കുറിപ്പിലെ മെസ്സേജ് ഉണ്ടായിരുന്നത്. റീ ഉടൻ തന്നെ ഇറോസിനടുക്കൽ ആ കുറിപ്പിനെ കുറിച്ച് പറഞ്ഞു. റൗളായിരിക്കും അത് അയച്ചിരിക്കുക എന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ബാല്യകാലം മുതൽ അവളെ അറിയുന്ന ഒരേ ഒരു വ്യക്തി അവൻ മാത്രമായിരുന്നു. റൗളാണോ ഈ ഭീഷണികൾക്ക് പിന്നിലെന്ന് അന്വേഷിക്കാൻ ഇറോസും റീയും ചേർന്ന് തീരുമാനിച്ചു. വൈകാതെ റൗൾ ഒരു പാർട്ടി നടത്തുന്നുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് ആരും കാണാതെത്തിയ അവർ റൗളിന്റെ മുറിയിൽ കയറി പരിശോധന നടത്തി. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് റൗളും പുതിയ കാമുകിയും കൂടി കടന്നു വന്നത്. ഉടൻ ഇറോസും റീയും അവിടുത്തെ അലമാരയിൽ കയറി ഒളിച്ചു. മുറിയിലേക്ക് വന്ന റൗളും കാമുകിയും സംസാരിക്കുമ്പോ അതിലൊരു കാര്യം അവർ വ്യക്തമായി കേട്ടു. റീയെ തകർക്കാനും അവൾക്ക് പണി കൊടുക്കാനും എനിക്കൊരു പാർട്ട്ണറുണ്ട്. അയാൾക്ക് റീയുടെ അച്ഛനോട് കനത്ത പകയാനുള്ളത്. ആ ഒരു നിമിഷത്തിൽ റീ അറിയാതെ എന്തോ ഒന്നിൽ തട്ടി. ശബ്ദം കേട്ട് റൗൾ വന്ന് നോക്കിയതോടെ അവർ പിടിക്കപ്പെട്ടെങ്കിലും തന്നെ ഭീഷണിപ്പെടുത്തിയതിന്, അത്തരത്തിലൊരു സന്ദേശം അയച്ചതിന് റൗളിനൊരു പാഠം പഠിപ്പിക്കാൻ റീ തീരുമാനിച്ചു. അവന് നല്ലൊരു അടിയും കൊടുത്തിട്ടായിരുന്നു അവൾ അവിടെ നിന്നിറങ്ങിയത്. ആളെ കണ്ടെത്തിയതിലും റിവഞ്ച് ചെയ്തതിലും റീ സന്തോഷവതിയായിരുന്നു. ഇറോസിന്റെ സഹായത്തിന് അവൾ നന്ദി പറയുകയും ചെയ്തു. തനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന, തനിക്കിപ്പോൾ സുരക്ഷിതത്വം തോന്നുന്ന ഒരാൾ കൂടെയുള്ളതിൽ അവൾ ഏറെ സന്തോഷിച്ചു. അന്ന് അവർക്കിടയിൽ ഒരു പ്രണയചുംബനം തന്നെ സംഭവിക്കുകയും ചെയ്തു. എന്തായാലും റൗളിന്റെ കാര്യം കൈയോടെ പിടികൂടിയല്ലോ, ഇതോടെയൊക്കെ അവസാനിച്ചു എന്നായിരുന്നു അവർ ചിന്തിച്ചത്. പക്ഷേ ഒന്നും അവസാനിച്ചിരുന്നില്ലെന്ന് അടുത്ത ദിവസം അവർക്ക് മനസ്സിലായി. അവരുടെ കാറിൽ ആരോ എന്തോ ചെയ്തിരുന്നു. സഞ്ചരിക്കുന്നതിനിടയിൽ അവരുടെ കാർ അപകടത്തിൽപ്പെട്ടു. ഭാഗ്യം കൊണ്ടായിരുന്നു റീയും ഇറോസും അന്ന് രക്ഷപ്പെട്ടത്. അത് ഇറോസിനെ വല്ലാതെ ബാധിച്ചു. ബോഡി ഗാർഡായ അവന് റീയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ കഴിഞ്ഞില്ല എന്ന കാര്യത്തിൽ വലിയ കുറ്റബോധം തന്നെ തോന്നി. അവർ തിരികെ എത്തുമ്പോഴേക്കും ബ്രൂസ് ബിസിനസ് ട്രിപ്പൊക്കെ കഴിഞ്ഞ് മടങ്ങിയെത്തിയിരുന്നു. റീയും ഇറോസും ഒന്നിച്ച് ചുംബിച്ചതിന്റെയും സമയം ചിലവഴിച്ചതിന്റെയും എല്ലാം ദൃശ്യങ്ങൾ CCTVയിലൂടെ ബ്രൂസ് കണ്ടിരുന്നു. വെറുമൊരു ബോഡി ഗാർഡിനപ്പുറത്തേക്ക് ഇറോസ് വളർന്നതും പ്രവർത്തിച്ചതും കണ്ട് അയാൾ അവനോട് വല്ലാതെ ദേഷ്യപ്പെട്ടു. ഇറോസ് വെറുമൊരു ദരിദ്രനാണെന്ന് അയാൾ വിളിച്ചു പറഞ്ഞു. അവന്റെ മാതാപിതാക്കൾ സുഹൃത്തുക്കളായിരുന്നതുകൊണ്ട് മാത്രമാണ് അവനെ സഹായിച്ചതെന്നും സഹതാപം തോന്നിയതുകൊണ്ടാണ് കൂടെ നിർത്തിയതെന്നും അയാൾ അന്ന് അവനോടായി പറഞ്ഞു. ഇറോസ് കണ്ടെത്തിയ റെസ്റ്റോറന്റ് ഫോട്ടോയെപ്പറ്റി ചോദിച്ചപ്പോ അത് യാദർച്ഛികമായി പകർത്തപ്പെട്ടതാണെന്നും അതിലൊന്നും കാര്യമില്ലെന്നുമായിരുന്നു ബ്രൂസ് അന്ന് അവനോടായി പറഞ്ഞത്. പക്ഷേ ഇറോസ് ആരുടെ മുമ്പിലും കൈനീട്ടി നിൽക്കുന്നവനായിരുന്നില്ല. താനൊരു പ്രൊഫഷണലാണെന്നും തനിക്കൊരു ജോലിയുണ്ടെന്നും തനിക്കാരുടെയും സഹതാപം വേണ്ടെന്നും അവൻ ബ്രൂസിനടുക്കൽ അറിയിച്ചു. റീയോടുള്ള തന്റെ സ്നേഹവും വികാരങ്ങളും സത്യമാണെന്നും അവളെ ഉപയോഗിക്കാനായിരുന്നില്ല അവളോട് പ്രണയം നടിച്ചത് എന്നും അവൻ വ്യക്തമാക്കി. പാവപ്പെട്ടവനാണെങ്കിലും തനിക്ക് അഭിമാനമുണ്ടെന്ന് പറഞ്ഞായിരുന്നു അവൻ അവിടെ നിന്നിറങ്ങിയത്. നാടകീയമായ ആ വഴക്കിനും ആ സംഭവങ്ങൾക്കും ശേഷം ഇരുവരും വേർപിരിഞ്ഞപ്പോൾ വല്ലാത്തൊരു വേദന ഇറോസിനും റീക്കും തോന്നിയിരുന്നു. അവർക്കിടയിൽ ഒരു ശൂന്യത തന്നെ രൂപപ്പെട്ടു. തങ്ങളുടെ ലോകങ്ങൾ തമ്മിൽ ഒരുപാട് ദൂരമുണ്ടെന്നും ഈ ബന്ധം നടക്കാത്ത സ്വപ്നമാണെന്നും അന്ന് അവർക്ക് തോന്നി. അങ്ങനെയിരിക്കെ അവന്റെ ഒരു പഴയ ഡയറി അവൾക്ക് കിട്ടി. അതിൽ പണക്കാരെ പരിഹസിക്കുന്ന ചിത്രങ്ങളായിരുന്നു അവൻ വരച്ചു ചേർത്തിരുന്നത്. തന്റെയും അച്ഛന്റെയും ചിത്രവും റീ അതിൽ നോക്കിക്കണ്ടു. തന്നെ ഇത്രനാൾ സംരക്ഷിച്ച ഇറോസ് തന്നെയാണോ തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നത് എന്നത് കണ്ടതും അവൾക്ക് സംശയം തോന്നി. അധികം വൈകാതെ ഇറോസിനെ കണ്ട് അവൾ അതിനെപ്പറ്റി ചോദ്യം ചെയ്തു. ഡയറി അവളുടെ കയ്യിലുണ്ടെന്നറിഞ്ഞതും അവന്റെ ഹൃദയം തകർന്നു. തനിക്ക് പറ്റിയ തെറ്റുകൾ അവൻ സമ്മതിച്ചു. അതവളെ ആദ്യമായി കണ്ടപ്പോൾ വരച്ചതാണെന്നും അന്ന് തനിക്ക് പണക്കാരോട് വെറുപ്പായിരുന്നെന്നും അവൻ എടുത്തു പറഞ്ഞു. പക്ഷേ തന്റെ വികാരങ്ങൾ മാറിയെന്നും താൻ അവളെ സ്നേഹിച്ചതും സംരക്ഷിച്ചതും സത്യസന്ധമായിട്ടായിരുന്നെന്നും അവൻ കൂട്ടിച്ചേർത്തു. ഇപ്പോഴും താൻ അവളെ സ്നേഹിക്കുന്നുണ്ട് എന്നവൻ എടുത്തു പറഞ്ഞു. അവിടെയപ്പോൾ മഴ പെയ്യാൻ ആരംഭിച്ചിരുന്നു. ഇരുവരും മഴ നനഞ്ഞു. സംസാരം തുടർന്നു. അവളെ താൻ പ്രണയിക്കുന്നുണ്ടെന്നും അവളെ പേടിപ്പിക്കാനോ ഭീഷണിപ്പെടുത്താനോ ഒന്നും തനിക്ക് കഴിയില്ലെന്നും അവൻ വ്യക്തമാക്കി. അവന്റെ വാക്കുകളിലെ നേർമ തിരിച്ചറിയാൻ റീയ്ക്കും സാധിക്കുന്നുണ്ടായിരുന്നു. അവർക്കിടയിലെന്ന് ഗാഢമായ ഒരു ചുംബനം സംഭവിച്ചു. അവർ പങ്കുവെച്ചതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ചുംബനം.
അടുത്ത ദിവസം റീ സോഷ്യൽ മീഡിയ നോക്കി. സോഷ്യൽ മീഡിയയിൽ ഇറോസിന്റെ കൂട്ടുകാരുടെ പ്രൊഫൈലായിരുന്നു അവൾ ചെക്ക് ചെയ്തത്. അപ്പോഴാണ് അവൾ ഒരു കാര്യം ശ്രദ്ധിച്ചത്. പേറ്റൺ അവളുടെ സ്കൂളിൽ ജോലി ചെയ്തിട്ടുണ്ട്, അതും തൂപ്പുകാരിയുടെ ജോലി. ഇതിനെപ്പറ്റി ഒരിക്കലും ഇറോസ് പറഞ്ഞിട്ടുമില്ല. അവൾ ഉടൻ തന്നെ ഇറോസിനടുക്കൽ ചെന്ന് അക്കാര്യം ചോദിച്ചു. പേറ്റനെ പറ്റി തിരക്കി. സ്കൂളിൽ വെച്ച് ഭീഷണി സന്ദേശങ്ങൾ അയക്കുന്ന, തന്നെ അപമാനിക്കാൻ ശ്രമിക്കുന്ന, റൗളിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന വ്യക്തി പേറ്റനാണോ എന്ന് തനിക്ക് സംശയമുണ്ട് എന്നവൾ എടുത്തു പറഞ്ഞു. പക്ഷേ അത് കേട്ടതും ഇറോസിന് ദേഷ്യം വരികയായിരുന്നു ചെയ്തത്. പാവപ്പെട്ടവരെ ജഡ്ജ് ചെയ്യുന്ന മറ്റ് പണക്കാരി പെണ്ണുങ്ങളെ പോലെ തന്നെയാണ് നീയെന്ന് അന്ന് ഇറോസ് അവളെ കുറ്റപ്പെടുത്തി. തന്റെ കൂടെ തുടരണമെങ്കിൽ തന്റെ ഫ്രണ്ട്സിനെ ഇങ്ങനെ ജഡ്ജ് ചെയ്യരുത് എന്നും അവൻ വ്യക്തമാക്കി. പിന്നാലെ അവിടെ നിന്ന് ഇറോസ് പോരുകയും ചെയ്തു. റിയയുടെ ഹൃദയം തകർന്നിരുന്നു. അവൾ അവിടെ നിന്നു. അന്ന് അവിടെ നിന്ന് പോന്നെങ്കിലും റിയയുടെ ആരോപണങ്ങൾ അവന്റെ മനസ്സിൽ ചുറ്റിത്തിരിഞ്ഞു തന്നെ നിന്നു. അവളുടെ സംശയങ്ങൾ, അവൾ പറഞ്ഞ വാക്കുകൾ അവന്റെ ഉള്ളിൽ ഒരു തണുത്ത കനൽ ജ്വലിപ്പിച്ചു. നേരത്തെ ക്ലബിൽ വെച്ച്, ബാറിൽ വെച്ച് പേറ്റൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാതിരിക്കാൻ അവന് കഴിഞ്ഞില്ല. അന്ന് ബ്രൂസിനടുക്കലുള്ള അവന്റെ ജോലിയെപ്പറ്റിയും റിയ ചൂണ്ടിക്കാട്ടുന്ന തരത്തിലും പേറ്റൻ കുറെ കാര്യങ്ങൾ ചോദിച്ചിരുന്നു. ആ വാക്കുകളൊക്കെ അന്ന് വെറും അസൂയയും ദേഷ്യവുമാണെന്ന് തോന്നിയെങ്കിലും ഇന്നിപ്പോ റിയ അത്തരം ചില കാര്യങ്ങൾ പറഞ്ഞപ്പോ ആ വാക്കുകൾക്ക് പിന്നിൽ വെറുപ്പുണ്ടായിരുന്നോ എന്നവന് സംശയം തോന്നിക്കൊണ്ടിരിക്കുന്നു. ഉള്ളിൽ ഭയത്തോടെയാണെങ്കിലും അവൻ പേറ്റനോട് ചോദിച്ചു, കഴിഞ്ഞ 3 ദിവസമായി നീ എവിടെയായിരുന്നു? അവളെ ബന്ധപ്പെടാൻ കഴിയാതിരുന്നപ്പോൾ അവൻ അത്രമേൽ ആശങ്കാകുലനായിരുന്നു. പക്ഷെ പേറ്റനാകട്ടെ ഒരു പരിഭ്രമവും ഉണ്ടായിരുന്നില്ല. ബാറിൽ താൻ അധിക ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യുകയായിരുന്നു എന്നായിരുന്നു അവൾ അവനോട് പറഞ്ഞത്. എന്തിനാ ഇത്രയധികം ജോലിയൊക്കെ ചെയ്യുന്നത് എന്നവൻ ചോദിച്ചപ്പോ അത് നിന്റെ കാര്യമല്ലെന്ന മട്ടിലായിരുന്നു അവളുടെ മറുപടി. പിന്നാലെ റിയയുടെ ആരോപണങ്ങളെക്കുറിച്ച് അവൻ അവളോട് സംസാരിച്ചു. റിയയെ ഭീഷണിപ്പെടുത്തുന്നത് പേറ്റനാണെന്ന് അവൾ കരുതുന്നുണ്ടെന്നും അവളുടെ സ്കൂളിൽ തൂപ്പുകാരിയായി നീ ജോലി ചെയ്യുന്നുണ്ടോ എന്നും ഇറോസ് എടുത്തു ചോദിച്ചു. പക്ഷേ പേറ്റൻ മറുപടി പറയുന്നേ ഉണ്ടായിരുന്നില്ല. അവൾ അവനെ ഒരു മരവിച്ച നോട്ടത്തോടെ നോക്കി നിന്നു. അവന്റെ ഒറ്റ സുഹൃത്തായ തന്നേക്കാൾ ഉപരിയായി വഷളായ ഒരു പെൺകുട്ടിയാണോ അവൻ വിശ്വസിക്കുന്നത് എന്നവൾ ചോദിച്ചു. തന്നെ ഇങ്ങനെ ചോദ്യം ചെയ്തതുകൊണ്ട് തന്നെ അവനൊരു നല്ല സുഹൃത്തല്ലെന്ന മട്ടിൽ അവൾ ആരോപിച്ചു. നീ അവളുമായി പ്രണയത്തിലായില്ലേ? നീ എന്നെ വഞ്ചിച്ചില്ലേ എന്ന മട്ടിലും അവൾ എടുത്തു ചോദിച്ചു. ഇറോസിന് ഒന്നും തിരിച്ചു പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവളുടെ ആ ചോദ്യങ്ങളെല്ലാം തന്നെ അവന്റെ ഹൃദയത്തിൽ പതിക്കുന്ന വെടിയുണ്ടകൾ പോലെയായിരുന്നു. പക്ഷേ അപ്പോഴും അവൻ ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അവന് കിട്ടിയിരുന്നേയില്ല. അവൻ വീണ്ടും അതിനെപ്പറ്റി പേറ്റനോട് എടുത്തു ചോദിച്ചു. റിയയുടെ സ്കൂളിൽ നീ പോയതെന്തിനാണെന്ന് തിരക്കി. ഒടുവിൽ താൻ അവിടെ ഒരു ക്ലീനറായി ജോലി ചെയ്യുന്നുണ്ട് എന്നവൾ സമ്മതിച്ചു. നിന്നോടത് പറയാൻ നാണക്കേടായതുകൊണ്ടാണ് മറച്ചുവെച്ചത് എന്നും എടുത്തു പറഞ്ഞു. അത് കേട്ടതും ഇറോസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. തന്റെ ഉറ്റ സുഹൃത്ത് അത്രയും വലിയൊരു കാര്യം തന്നിൽ നിന്ന് മറച്ചുവെച്ചിരിക്കുന്നു. അതോടെ അവളുടെ മേൽ അവന് സംശയം വർദ്ധിച്ചു. നീയാണോ റിയയെ ഭീഷണിപ്പെടുത്തിയത് എന്നവൻ അവളോട് വീണ്ടും ചോദിച്ചു. അവൾ ദേഷ്യത്തിലായി കഴിഞ്ഞിരുന്നു. അത്തരമൊരു കാര്യത്തിന് അവൻ തന്നെ കുറ്റപ്പെടുത്തുമെന്ന് അവൾക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. നീ ഒരു വിട്ടിയെ പോലെയാണ് പെരുമാറുന്നതെന്ന് പറഞ്ഞ് അവൾ ആക്രോശിച്ചു. ഇരുവരുടെയും ശബ്ദമുയർന്നു. ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് പേറ്റൻ ഇറോസിനെ ആക്രമിച്ചു. ഇറോസ് ബോധരഹിതനായി താഴെ വീണു. പെട്ടെന്നാണ് ഒരു ഞെട്ടലോടെ പേറ്റൻ ബോധത്തിലേക്ക് വരുന്നത്. അപ്പോഴേക്കും റിയയുടെ മെസ്സേജ് അവന്റെ ഫോണിൽ വരുന്നത് അവൾ കണ്ടു. അവനെ തിരക്കി ഫ്ളാറ്റിലേക്ക് റീ വരാൻ പോകുന്നു. അത് കണ്ടതും പേറ്റൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ഇറോസ് അടുക്കളയിൽ ബോധമില്ലാതെ കിടക്കുകയാണ്. അങ്ങോട്ടേക്ക് വന്ന റീ അവനെ കണ്ടാൽ ആകെ പ്രശ്നമാകും എന്നായിരുന്നു പേറ്റൻ ചിന്തിച്ചത്. റീ വന്നപ്പോൾ അവളെ മുറിക്കകത്തേക്ക് കയറ്റാതെ ബേസ്മെന്റിൽ തന്നെ നിർത്തുവാൻ പരമാവധി പേറ്റൻ ശ്രമിച്ചു. കാര്യം മനസ്സിലാവാതെ ഇറോസിനെ കാത്ത് ബേസ്മെന്റിൽ റീ നിൽക്കാൻ തുടങ്ങി. വൈകാതെ അങ്ങോട്ടേക്ക് ഒരു കാറ് വന്നു. കാറിൽ നിന്നിറങ്ങി അങ്ങോട്ടേക്ക് കയറിയെത്തിയത് റിയയുടെ അച്ഛൻ ബ്രൂസ് ആയിരുന്നു. പോരുന്നതിനു മുമ്പ് താനി റോസിന്റെ അടുത്തേക്ക് പോകുന്നുവെന്ന് ബ്രൂസിന് റീ മെസ്സേജ് അയച്ചിരുന്നു. മകളെ പിടിച്ചുകൊണ്ടുപോകാൻ വേണ്ടി ബ്രൂസ് അങ്ങോട്ടേക്ക് എത്തിയതാണ്. പക്ഷേ അങ്ങോട്ടേക്കെത്തിയ ബ്രൂസിനെ കണ്ടതും പേറ്റന്റെ നിയന്ത്രണം വിട്ടു. അവൾക്ക് വീണ്ടും മറിഞ്ഞിരിക്കാൻ സാധിച്ചില്ല. തോക്കെടുത്തുകൊണ്ട് അവൾ പുറത്തേക്കിറങ്ങി വന്നു. ഈ സമയമായിരുന്നു ഇറോസിനും ബോധം തെളിയുന്നത്. അവനും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. ദേഷ്യത്തിൽ തോക്കു ചൂണ്ടി നിൽക്കുന്ന പേറ്റനെ നോക്കിക്കണ്ടു. അത്രയും നാൾ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന കാര്യങ്ങൾ പേറ്റൻ തുറന്നു പറയാൻ തുടങ്ങിയിരുന്നു. എല്ലാം മറച്ചുവെച്ച് ഒരു നുണയായി ജീവിച്ച് അവൾക്ക് മടുത്തിരുന്നു. ഇത്രയും കാലം റിയയെ ഭീഷണിപ്പെടുത്തിയിരുന്നത് പേറ്റൻ തന്നെയായിരുന്നു. റിയയുടെയും ബ്രൂസിന്റെയും അടുത്തേക്ക് എത്താൻ അവൾ യാഥാർത്ഥ്യത്തിൽ ഇറോസിനെ ഒരു കരുവാക്കുകയായിരുന്നു. അത് കേട്ട അക്ഷരാർത്ഥത്തിൽ ഇറോസും റിയും ഞെട്ടി. പക്ഷേ പേറ്റൻ അവിടെയൊന്നും പറച്ചിൽ നിർത്തിയില്ല. അവൾക്ക് പറയാൻ ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഇറോസ് അതുവരെ അറിഞ്ഞിട്ടില്ലാത്ത
അറിയാത്ത ചില കാര്യങ്ങൾ. 16 വർഷങ്ങൾക്ക് മുമ്പ് പേറ്റന്റെ അമ്മയും ഇറോസിന്റെ മാതാപിതാക്കളും ബ്രൂസിന്റെ റെസ്റ്റോറന്റിൽ ജോലി ചെയ്തിരുന്നു. അവിടുത്തെ ജോലി സാഹചര്യങ്ങൾ വളരെ മോശമായിരുന്നു. ജോലി സമയം കൂടുതലും ശമ്പളം തുച്ഛവുമായിരുന്നു. എങ്കിലും പേറ്റന്റെ അമ്മയ്ക്ക് ഒരു സ്വപ്നമുണ്ടായിരുന്നു. തന്റെ മകൾക്കൊരു നല്ല ജീവിതം നൽകണം. കഠിനാധ്വാനം ചെയ്ത് പണം സമ്പാദിച്ച് അവളെ ഒരു നല്ല സ്കൂളിൽ അയക്കണം. പക്ഷേ ബ്രൂസ് തന്റെ റെസ്റ്റോറന്റിൽ വെച്ച് ഒരു പാർട്ടി നടത്തിയതോടെ ആ അമ്മയുടെ സ്വപ്നങ്ങൾ തകർന്നു. ആ റെസ്റ്റോറന്റിന് തീപിടിച്ചു നശിച്ചു. പേറ്റന്റെ അമ്മയും ഇറോസിന്റെ മാതാപിതാക്കളും കൊല്ലപ്പെട്ടു. ബ്രൂസിന്റെ അശ്രദ്ധയായിരുന്നു അതിന് ഏറ്റവും വലിയ കാരണം. അദ്ദേഹം റെസ്റ്റോറന്റിൽ ഒരു മെഴുകുതിരി കത്തിച്ച് അത് അണയ്ക്കാൻ മറന്നു. ആ തീ കാട്ടുതീ പോലെ പടർന്നു. തൊഴിലാളികൾക്കായി ആ റെസ്റ്റോറന്റിൽ അഗ്നിശമന ഉപകരണങ്ങളോ ഇൻഷുറൻസോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത്രയധികം പണമുള്ള ഒരു മനുഷ്യൻ എങ്ങനെ ഇത്ര അശ്രദ്ധനായെന്നോർത്ത് ഇതൊക്കെ മനസ്സിലാക്കിയെന്ന് പേറ്റന്റിന് സഹിക്കാൻ സാധിച്ചില്ല. അവളുടെ ഹൃദയം തകർന്നു. അന്നു മുതൽ ബ്രൂസിനും കുടുംബത്തിനെതിരെ ഒരു ശത്രുത അവളുടെ മനസ്സിൽ വളർന്നു. അയാളിപ്പോൾ എത്ര ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയാലും എന്തൊക്കെ സ്വാധീനങ്ങൾ അയാൾക്കുണ്ടെങ്കിലും തനിക്ക് നഷ്ടപ്പെട്ടവരെ തിരിച്ചു തരാൻ പറ്റില്ല എന്ന ആ നിമിഷം അവൾ എടുത്തു പറയുക കൂടി ചെയ്തു. പിന്നാലെ റീയുടെ നേരത്തിരിഞ്ഞ് പേറ്റൻ ഒരു കാര്യം കൂടി പറഞ്ഞു. ആ തീപിടുത്തത്തിൽ ബ്രൂസിന്റെ ഭാര്യയും കൊല്ലപ്പെട്ടിരുന്നു. അതായത് നിന്റെ അമ്മ. അത് കേട്ടതും റീ ഞെട്ടിപ്പോയി. അന്നുവരേക്കും അമ്മ മരിച്ചതെങ്ങനെയെന്ന് ബ്രൂസ് അവളോട് പറഞ്ഞിരുന്നേയില്ല. അന്ന് ഇറോസും റീയും ചേർന്ന് കണ്ടെടുത്ത ആ പഴയ ചിത്രങ്ങളിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ. ആ സ്ത്രീ പേറ്റന്റെ അമ്മയായിരുന്നു. ദേഷ്യത്തിൽ പേറ്റൻ ബ്രൂസിന് നേരെ തോക്കുയർത്തി. 16 കൊല്ലത്തെ പകയുടെ അവസാനമാണിതെന്ന് അവൾ ആക്രോശിച്ചു. വെടിയുതിർക്കാനായി അവൾ തയ്യാറെടുത്തു. പക്ഷേ ഇറോസ് അവളുടെ മുമ്പിൽ കയറി അവളെ പിടിച്ചു നിർത്തി തടയാൻ നോക്കി. ബ്രൂസ് ആകട്ടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പേറ്റൻ അവനെ തള്ളിമാറ്റി ബ്രൂസിന്റെ പിന്നാലെയോടി. ബ്രൂസിനൊടുവിൽ അവൾ വെടിവെച്ചു കൊന്നു. 16 വർഷത്തെ അവളുടെ മനസ്സിലെ എരിച്ചിലതോടെ കെട്ടൊടുങ്ങുകയായിരുന്നു. വൈകാതെ പോലീസ് അങ്ങോട്ടേക്കെത്തി പേറ്റനെ അറസ്റ്റ് ചെയ്തു. ആ സംഭവം നടന്ന് കുറച്ചു നാളുകൾക്ക് ശേഷം ഇറോസ് റീയുടെ അടുത്തു ചെന്നു. അവളോട് സംസാരിക്കാൻ അവന് വല്ലാത്തൊരു വിമ്മിഷ്ടം അനുഭവപ്പെട്ടു. വല്ലാത്തൊരു നാണക്കേട് തോന്നി. നടന്ന എല്ലാ കാര്യങ്ങൾക്കും അവൻ അവളോട് ക്ഷമ ചോദിച്ചു. അവളെ സംരക്ഷിക്കാൻ കഴിയാത്തതിലും സത്യം നേരത്തെ തിരിച്ചറിയാൻ കഴിയാതെ പോയതിലും അവൻ മാപ്പപേക്ഷിച്ചു. പിന്നീട് അവരൊന്നിച്ച് കുറെ കാര്യങ്ങൾ ചെയ്തു. ബ്രൂസിന്റെ സ്വത്തുപയോഗിച്ച് അന്ന് തീപിടുത്തത്തിന്റെ ഇരയായവരെ ഇറോസും റീയും ചേർന്ന് സഹായിച്ചു. അവർ ഡീഗോയുടെ അനിയനെ അനാഥാലയത്തിൽ നിന്ന് പുറത്തിറക്കി. ആ പണം ഉപയോഗിച്ച് അവരൊരു ഡാൻസ് ബാലറ്റ് ഏജൻസി തുടങ്ങി. അത് വിജയിപ്പിക്കാൻ നല്ല രീതിയിൽ പരിശ്രമിച്ചു. സ്പെയിനിലെ തന്നെ ഏറ്റവും വലിയ സർഗാത്മക കലാകമ്പനികളിൽ ഒന്നായി അത് വളർന്നു വന്നു. ഇറോസ് വലിയൊരു ബിസിനസ്സുകാരനായി മാറി. അവരുടെ ജീവിതത്തിൽ സന്തോഷം നിറഞ്ഞു. അവരൊന്നിച്ച് മുന്നോട്ട് ജീവിക്കുന്ന ദൃശ്യങ്ങളിൽ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.